നമ്മുടെ പെറ്റ്സിന്റെ പല്ലിലൊക്കെ ടാർട്ടാർ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ കാറ്റ്ലിൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ പെറ്റ്സിൻ്റെ ഉള്ള പല്ലിലുണ്ടാവുന്ന ടാർട്ടാർ പ്ലേഗ് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. അതായത് നമ്മുടെ പെറ്റ്സിന് ഇതുപോലത്തെ ടാർട്ടാറും അതുപോലെ പ്ലേഗ് ഒക്കെ ഡിപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക. കോക്കനട്ട് ഓയിലിനകത്തുള്ള ഈ ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആന്റി ബാക്ടീരിയലും ആന്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ള ഇതാണ്. അപ്പോൾ ഇത് നമ്മുടെ പെറ്റ്സിന്റെ പല്ലിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലേഗ് ഒക്കെ ആണെങ്കിൽ എളുപ്പം റിമൂവ് ആകാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അവർക്ക് ഡീഹൈഡ്രേറ്റ് ആയിട്ടുള്ള ജ്യൂസും അതുപോലെ ഫ്രോസൺ ട്രീറ്റ്സ് ഒക്കെ കൊടുക്കാവുന്നതാണ്. ഈ ഫ്രോസൺ ട്രീറ്റ്സിനകത്ത് നമുക്ക് ക്യാരറ്റ് ഒക്കെ വേവിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചൂ ചെയ്യുന്ന വഴി അവരുടെ ടാർട്ടാറൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ പെറ്റ്സിന്റെ ഗംസിന്റെ ഹെൽത്ത് അതുപോലെ ടീത്തിന്റെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ അവർക്ക് ഇൻ ഫ്യൂച്ചർ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ പെറ്റ്സിന് ഇങ്ങനെ ബാഡ് ബ്രിത്ത് അതുപോലെ തന്നെ ടാറ്റ ഡിപ്പോസിറ്റ് പ്ലേഗ് ഡിപ്പോസിറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാനും മറക്കല്ലേ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.